ജമ്മു പ്രവാസി കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും നമ്മോടൊപ്പം ചേരുന്നു ഫഹദ് കോട്ടക്കൽ. ജമ്മു പ്രവാസി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ പല പ്രോഗ്രാമുകളും അല്ലെങ്കിൽ ഈ പെരുന്നാൾ അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ജനപങ്കാളിത്തം കൊണ്ടും വ്യത്യസ്ത അനുഭൂതി കൊണ്ടും ഞങ്ങളെ സംബന്ധിച്ച് ജമ്മു പ്രവാസി കൂട്ടായ്മയെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. നമ്മുടെ ഈ സാഹിത്യോത്സവിൽ 11 സോൺ ഏകദേശം 1500ഓളം കിലോമീറ്റർ സഞ്ചരിച്ചാണ് തബൂക്കിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ സൗദി വെസ്റ്റിന്റെ പരിസരത്ത് നിന്ന് മുഴുവൻ തബൂക്ക്, ജിസാൻ, മക്ക, മദീന, തോയിഫ് അങ്ങനെ വലിയൊരു ഇവന്റ് ജമ്മുവിൽ ഇതിനു മുന്നേ നടന്നിട്ടുണ്ടോ? ആതിഥേയത്വം കൊടുക്കുക എന്നുള്ളതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത്രയും ദൂരത്ത് നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ആളുകൾ വന്നിട്ട് ഞങ്ങൾ അവർക്ക് കൃത്യമായി സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അൽഹംദുലില്ലാ വലിയൊരു ഖൈറാണ്. ഈ ആതിഥേയത്വം ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. വരുന്ന അതിഥികളോടൊപ്പം ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചു. അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് യാതൊരു തരത്തിലുള്ള പരാതികളും അവർക്ക് ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ അതിന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് അധ്വാനത്തിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഏകദേശം ഞങ്ങൾ 40 ആളുകൾ ഒരുപാട് ദിവസങ്ങളിൽ ഉറങ്ങാതെ ഇതിനു വേണ്ടി ഉറക്കം മാറ്റി വെച്ച് ഒരുപാട് സംഗതികൾ നമ്മളെ സാധാരണ പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാലോ. അവർ തീർച്ചയായിട്ടും നമ്മളെ ഇവിടെ ജോലി തിരക്കിലുണ്ടാവും. അതിൽ നിന്ന് നമ്മൾക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ ഇതിനും വേണ്ടി ചെലവഴിക്കാനും വേണ്ടി ഉറക്കുകളൊക്കെ ഒഴിവാക്കി ഒരുപാട് ആൾക്കാർ അങ്ങനെ, പ്രത്യേകിച്ചും ജമ്മുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആൾക്കാരും സാധാ ജോലികൾ ചെയ്യുന്നവരാണ്. ആ സാധാ ജോലികൾ നമുക്കറിയാം, ബഗാല, കഫ്തീരിയ പോലത്തെ അതിന് സമയം മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ. വിജയം തീർച്ചയായിട്ടും ഏതായാലും അത് ഉഷാറായിട്ട് ഇവിടെ നടന്നതിൽ ഭയങ്കര സന്തോഷം, അഭിമാനവും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ അപ്പുറം മുസ്തഫ മമ്പാടും ഞങ്ങള് പിന്നെ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ ജമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ ഒരു അനുഭവമാണ്. ഈ അനുഭവം നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് ആഹ്ലാദിക്കാൻ ഞങ്ങൾക്കറിയില്ല, അത്രത്തോളം സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. അതുപോലെ ഇനി ഇതുപോലത്തെ പരിപാടികൾ നിങ്ങൾക്ക് കിട്ടിയാൽ ഇതിനപ്പുറം നമ്മൾ നല്ല വിജയത്തോടെ ആക്കി കൊടുക്കുന്നുള്ളൊരു ആത്മാർത്ഥ വിശ്വാസത്തോടെ. തീർച്ചയായും ഡിജിറ്റൽ ലോകത്ത് ഒരു ഡിജിറ്റൽ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ സ്വന്തം മൊബൈലിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്കാരത്തിനെ അല്ലെങ്കിൽ ഒരു ഉത്തേജനം നൽകുന്ന ഒരു പരിപാടിയിലേക്ക് കായികാധ്വാനം കൊണ്ടും മാനസിക ബലങ്ങൾ കൊണ്ടും ഒത്തൊരുമിക്കുക എന്നുള്ള സന്ദേശമാണ് ജമ്മു പ്രവാസി കൂട്ടായ്മയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ ഒരു ബൈക്കിലൂടെ നമുക്ക് നൽകിയത്. നന്ദി.